with flying colors. With flying colors is an idiom which means to be very successful in something. I'm so proud that my students passed the QAT examination with flying colors. If you pass this QAT examination, then sky is the limit. Sky is the limit is again another idiom which means you can achieve anything if you really want it. Hello everyone, welcome to our language lab. QAT examination prepare ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ലാംഗ്വേജ് ലാബിന്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. In this episode we are going to discuss Concord. Concord means subject to verb agreement. Okay, now the first question is, one of the men dash reached the top of the mountain. You have options: has, have, are and where. Which is the correct one? ഇവിടെ ഹാസ് ആണ് ആൻസർ. എന്താണ് കാരണം? വൺ ഓഫ് ദയിൽ തുടങ്ങുന്നു ഒരു സെന്റൻസ്, തൊട്ടടുത്ത് നൗണ് പ്ലൂറൽ ആണ്, മെൻ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ് അല്ലേ, തൊട്ടടുത്ത് വരുന്ന വേർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. ഓക്കെ, ഇതാണ് റൂൾ നമ്പർ 1. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു ആർട്ടിക്കിളുമായി റിലേറ്റഡ് ആണ്. ആൻ ആർട്ടിക്കിൾ ഇസ് റോങ്ലി യൂസ്ഡ് ഹിയർ. ഫൈൻഡ് ദ വേർഡ്. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ 1 flower, an African, a furniture, the Ganges. ഏതാണതിൽ തെറ്റായ ആ വേർഡ്? യെസ്, ഇറ്റ് ഈസ് എ ഫേർണിച്ചർ. ഫേർണിച്ചർ മീൻസ് അതൊരു കൗണ്ടബിൾ നൗണാണ്. കൗണ്ടബിൾ നൗൺ ആവുന്ന സമയത്ത് നമ്മൾ അതിന് മുമ്പിൽ എയോ ആനോ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻസ് ഫേർണിച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ പ്ലൂറൽ ആണത്. നൗ ദ തേർഡ് ക്വസ്റ്റ്യൻ. ഷീ prefer sari dash churidar. Option: than, more than, to, better than. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ദാൻ എഴുതാൻ നമുക്ക് ടെൻഡൻസി ഉണ്ടാവും. ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, പ്രിഫർ, സുപ്പീരിയർ, ഇൻഫീരിയർ, ജൂനിയർ, എൽഡർ, ഈ വാക്കുകളുടെയൊക്കെ കൂടെ നമ്മളെപ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ ശേഷം നമ്മളെപ്പോഴും ടു ആണ് യൂസ് ചെയ്യേണ്ടത്. പ്രിഫർ ടു. ഐ പ്രിഫർ കോഫി ടു ടീ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ കൺജങ്ഷനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ. ഇറ്റ് വാസ് ദ പീക്ക് അവർ ഓഫ് ദ ഡേ ഡാഷ് ഹി ഹാഡ് ടു സ്റ്റാൻഡ് ഇൻ ദ ബസ്. ഓപ്ഷൻ: യെറ്റ്, ബട്ട്, ബിക്കോസ്, സോ. ഏതായിരിക്കും ആൻസർ? ഇവിടെ ആൻസർ സോ ആണ്. അതിനാൽ, അതുകൊണ്ട് എന്നൊക്കെ അർത്ഥം വരുന്ന സോ ആണ് ഇവിടെ കൺജങ്ഷൻ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ ഒരു ഇഡിയമാണ്. ഇഡിയം ഒരുപാടെണ്ണം പഠിക്കാനുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ അതുമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മയിലുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഐ ആം ഫീലിംഗ് അണ്ടർ ദ വെദർ. ഐ ആം ഫീലിംഗ് അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം ഫീലിംഗ് സിക്ക് എന്നാണ് അർത്ഥം, അസുഖമാണെന്ന് അർത്ഥം. ഇങ്ങനെ ആലോചിച്ച് വെക്കാം. അണ്ടർ ദ വെദർ, വെദറുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പം കാലാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മഴ ഉണ്ടാലൊക്കെ നമുക്ക് അസുഖം വരില്ലേ, അങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, ഹിസ് നെയിം റിങ്സ് എ ബെൽ. ഹിസ് നെയിം റിങ്സ് എ ബെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ് നെയിം സീംസ് ടു ബി വെരി ഫെമിലിയർ എന്നാണ് അർത്ഥം. നമുക്ക് തോന്നൂലേ ഒരാളുടെ പേര് കേൾക്കുമ്പോൾ അത് എവിടെയോ കത്തിയതുപോലെ അല്ലെങ്കിൽ എവിടെയോ കേട്ടതുപോലെ, എവിടെ ഒരു മണിമുഴക്കം പോലെ എന്ന് നിങ്ങളതൊന്ന് കണക്ട് ചെയ്താൽ മതി, അപ്പോൾ അത് റെഡി ആയിക്കോളും. ഓക്കെ, റിങ്സ് എ ബെൽ മീൻസ് ഇറ്റ് സീംസ് ടു ബി ഫെമിലിയർ. അതുപോലെ ഐ ആം ഓൺ ക്ലൗഡ് 9. ഐ ആം ഓൺ ക്ലൗഡ് 9. ക്ലൗഡ് 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഐ എം വെരി ഹാപ്പി അല്ലെങ്കിൽ എക്സൈറ്റഡ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ വല്ലാണ്ട് സന്തോഷിക്കുമ്പോൾ നമ്മൾ ആകാശത്തോളം എത്തും അല്ലെങ്കിൽ ആകാശത്തിലെത്തും എന്നൊക്കെ പറയുമല്ലേ, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് ഇംഗ്ലീഷിൽ കവർ ചെയ്യാനുണ്ട്. സോ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. താങ്ക് യു.